3-ാം അധ്യായം സൂറത്ത് ആല ഇമ്രാനിലെ 139-ാം വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വേദന നിറഞ്ഞതുമായ ഒരു ഘട്ടമായിരുന്നു ഉഹുദ് യുദ്ധം. യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു മേൽക്കൈ. എന്നാൽ പ്രവാചകൻ കൽപ്പിച്ച മലമുകളിലെ അമ്പെയ്ത്തുകാർ സ്ഥാനം മാറരുത് എന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടതോടെ സാഹചര്യം മാറിമറിഞ്ഞു. മക്കയിലെ സൈന്യം പിന്നിലൂടെ വന്ന് ആക്രമിക്കുകയും മുസ്ലിങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട അമ്മാവൻ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70ഓളം അനുയായികൾ രക്തസാക്ഷികളായി. യുദ്ധത്തിനിടയിൽ പ്രവാചകന് പരിക്കേൽക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി പരക്കുകയും ചെയ്തു. ഇത് മുസ്ലിം സൈന്യത്തിന്റെ ആത്മവീര്യം പാടെ തകർത്തു. ജയിച്ചു എന്ന് കരുതിയ യുദ്ധം പരാജയത്തിലേക്ക് നീങ്ങിയപ്പോൾ വിശ്വാസികൾ മാനസികമായി തകർന്നുപോയി. ഞങ്ങൾ സത്യത്തിന്റെ കൂടെയായിരുന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം അവരുടെ ഉള്ളിൽ വിങ്ങി നിന്നു. ആ നിരാശയുടെ നിമിഷത്തിലാണ് ഈ ആശ്വാസവചനം അവതരിച്ചത്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. എത്ര ശക്തമായ വാക്കുകൾ! താൽക്കാലികമായ തിരിച്ചടികൾ കണ്ട് നിങ്ങൾ തളരേണ്ടവരല്ല. ജീവിതത്തിലെ ചെറിയ പരാജയങ്ങളിൽ തട്ടി വീഴുമ്പോൾ ഈ ആയത്തോർക്കുക. അല്ലാഹുവിനെ വിശ്വസിക്കുന്നവന് ഒരിക്കലും പരാജയപ്പെടാൻ കഴിയില്ല. ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ്. ആത്മവിശ്വാസത്തോടെ എഴുന്നേൽക്കുക. നിന്റെ കൂടെ നിന്റെ റബ്ബുണ്ട്.